നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മദ്യലഹരിയിൽ പരാക്രമം നടത്തുകയും യുവതിയോട് മോശമായി പെരുമാറുകയും ചെയ്ത പ്രതികളെ പിടികൂടാതെ പോലീസ്. 3 പേർക്കെതിരെ യുവതി പരാതി നൽകിയെങ്കിലും കണ്ണൂർ സ്വദേശി സന്തോഷിനെതിരെ മാത്രമാണ് കേസെടുത്തത്. തുടക്കത്തിൽ കേസ് ഒത്തുതീർപ്പാക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്നും ആരോപണമുണ്ട്. മദ്യലഹരിയിൽ ഇരുമ്പ് ദണ്ഡുമായി എത്തിയ യുവാക്കളുടെ പരാക്രമം 1 മണിക്കൂറോളമാണ് നീണ്ടത്. 3 പേരുടെയും പരാക്രമ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. ലേബി സൈന്ദ്രമായ ലേബി, വിചിത്രമാണല്ലോ, ഇപ്പോൾ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും ഇപ്പോൾ ഒരാൾക്കെതിരെ മാത്രം പോലീസ് കേസെടുക്കുന്നതിന് എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? എന്താണ് സംഭവം? സ്മൃതി, പൂർണ്ണമായും പോലീസിന്റെ നിസ്സംഗത എന്ന് പറയാൻ സാധിക്കും. ഇതിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. അതേ തുടർന്നാണ് പോലീസ് കേസെടുക്കാനെങ്കിലും നിർബന്ധിതരായത്. നേരത്തെ ഈ പെൺകുട്ടിയെ 1 മണിക്കൂറോളമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇത്തരത്തിൽ മദ്യലഹരിയിലെത്തിയ 3 യാത്രക്കാർ അസഭ്യവർഷം ചൊരിഞ്ഞത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഏറ്റവും അശ്ലീല ഭാഷയിലാണ് അവർ സംസാരിച്ചത്. അത്രയും ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് ഈ ദൃശ്യങ്ങളാണ് നമ്മൾ സംപ്രേഷണം ചെയ്തത്. ഇതേ തുടർന്ന് ഈ പെൺകുട്ടി നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി നൽകിയിരുന്നു. ആദ്യം പോലീസ് എയ്ഡ് പോസ്റ്റിൽ പരാതി നൽകിയെങ്കിലും ഇവർ പ്രബലരാണ് എന്ന് പറഞ്ഞ് പോലീസ് പിന്തിരിപ്പിക്കാനാണ് നോക്കിയത്. പിന്നീട് പോലീസ് ഈ കേസെടുക്കാൻ നിർബന്ധിതരാകുന്നു. അപ്പോഴും 3 പേരാണ് ഈ പെൺകുട്ടിയെ ഇത്ര ഹീനമായി അസഭ്യവർഷം ചൊരിഞ്ഞത്. എന്നിട്ടും ഒരാൾക്കെതിരെ മാത്രമാണ് എഫ്ഐആറിൽ പേര് ചേർത്തിരിക്കുന്നത്. കണ്ണൂർ സ്വദേശി സന്തോഷ്, ഇയാൾക്കെതിരെ മാത്രമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ കേസെടുത്തിരിക്കുന്ന ആളെയും ഇതുവരെ വിളിച്ചിട്ടില്ല, കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, മറ്റു 2 പേരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള വാർത്ത കഴിഞ്ഞ ആഴ്ചയും നമ്മൾ സംപ്രേഷണം ചെയ്തതാണ്. ഇതേ തുടർന്ന് പെൺകുട്ടി വീണ്ടും ഇത് സംബന്ധിച്ചുള്ള അതൃപ്തി പോലീസിൽ അറിയിച്ചതാണ്. ഈ പെൺകുട്ടിയെ വിളിച്ച് ഇത്തരത്തിൽ മൊഴി അന്ന് രേഖപ്പെടുത്തിയതല്ലാതെ പിന്നീട് ഒരു കാര്യവും പരാതിക്കാരിയെ അറിയിച്ചിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന 2 പെൺകുട്ടികളോട് കൂടി മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൃത്യമായ തെളിവുകളെല്ലാം ലഭിച്ചിട്ടും ദൃശ്യങ്ങളടക്കം ലഭിച്ചിട്ടും ഒരു നടപടിയും എടുക്കാതെ നിൽക്കുകയാണ് പോലീസ്. അതുമാത്രമല്ല, ഈ 3 അത്രയും മോശമായി വിമാനത്താവളത്തിൽ 1 മണിക്കൂറോളം ഈ പെൺകുട്ടിയെ അസഭ്യം പറയുന്നു, അശ്ലീല പ്രയോഗം നടത്തുന്നു, ഈ കുട്ടിയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറുന്നു. അത് കൂടാതെ യാത്രക്കാരുടെ ആ സമയത്തെ സ്വാസ്ഥ്യം മുഴുവൻ കെടുത്തുന്നു. എന്നിട്ടും ഒരു നടപടിയും എടുക്കാതെ പോലീസ് ഇപ്പോഴും നിസ്സംഗരായി നിൽക്കുകയാണ്. ഇതിൽ പ്രതി ഇതിലെ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് പരാതിക്കാർ തന്നെ രംഗത്ത് വന്നിട്ടും പോലീസ് അനക്കമറ്റ് നിൽക്കുകയാണ്. ഏതായാലും ഈ ഘട്ടത്തിൽ പോലീസിന്റെ നിസ്സംഗത വളരെ വലുതാണ് എന്ന് പറയാതെ വയ്യ. സ്മൃതി. ശരി, ലേബി സേന്ദ്രാണ് വിവരങ്ങൾ നൽകിയത്.